ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ചോറാണ്. ഏത് അരിയിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാനിപ്പോൾ ഇത് റേഷനറി ചോറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 4 കോഴിമുട്ട ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഉപ്പിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ആ ഒരു പൊടികളുടെ മണമേ മുന്തി നിൽക്കുകയുള്ളൂ. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മുട്ട മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്പാച്ച് കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ഒരുപാടങ്ങ് മൂത്ത് വെന്ത് പോവരുത്. പകുതി, അതായത് ഒരു മീഡിയം പരുവത്തിൽ വെന്ത് കിട്ടുമ്പോൾ തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കി ഇത് മസാലയിൽ കിടന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കടായിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഉഴുന്നും 1 സ്പൂൺ പരിപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൂരപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാമ്പാർ പരിപ്പാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഒരു മസാലയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 20ഓളം ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. അതാണ് ഇതിൽ പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിലേക്കൊരു 2 തക്കാളിയും അതുപോലെ തന്നെ 3 പച്ചമുളകും 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യത്തിന് തന്നെ പച്ചമുളകും ഉണക്കമുളകും തന്നെ എരിവിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരുപാട് എരിവാവണ്ടെന്ന് കരുതിയിട്ടാണ് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതിലൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ആ ഒരു മുട്ടയിലൊക്കെ നല്ലപോലെ ഈ മസാലയുടെ ഒക്കെ മണവും ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന റേഷനരി ചോറ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് സാദാ ചോറിലും അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചോറിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുട്ടയിൽ ചെയ്തെടുക്കണ്ട, നമുക്ക് ചിക്കനിലോ ബീഫിലോ ഒക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതുപോലെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. ആ ഒരു മസാലയൊക്കെ അതിൽ ചോറിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മസാല ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.